നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മയിലും അനുസ്മരണത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പരസ്പരം ഒന്ന് കൈകൾ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഹാപ്പി ഈസ്റ്റർ. എന്തുകൊണ്ടെന്നാൽ കാലിക്കാട് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഈസ്റ്ററാണ്. ഇന്നു മുതൽ 50 ദിവസം നമ്മൾ ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ നോമ്പ് പിടിച്ച് നിന്നിരുന്നത് ഇന്നത്തോടെ അവസാനിക്കുന്നു. സന്തോഷ വാർത്തയാണ് അല്ലേ? ഇന്ന് മുതൽ ചിക്കനും മീനും മുട്ടയെല്ലാം കഴിച്ചവരൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിരുന്നു. അപ്പോ പ്രാർത്ഥനകളൊന്നും മുടക്കേണ്ട. പ്രാർത്ഥനകളൊക്കെ വീണ്ടും വീണ്ടും തുറന്നുകൊണ്ട് പോകട്ടെ. കാരണം ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ കാതൽ. ഇന്ന് നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്ഥാന മഹോത്സവമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാതലായ ഭാഗം. ഓശാന ഞായറാഴ്ചത്തെ തിരുനാളുകൊണ്ട് നാം ധ്യാനിക്കുകയായിരുന്നു. ഈ ഒരാഴ്ച നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ളത്. ഈ ഒരാഴ്ച ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതമൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്നും നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. എന്നാൽ അല്പം കൂടി പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു മഹോത്സവമാണ്, തിരുനാളാണ് ഈ ഉത്ഥാന തിരുനാൾ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തിരുനാളുകളുടെ തിരുനാൾ എന്ന് വേണം ഇതിനെ പറയാൻ. നാം പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും സ്നേഹിക്കുന്നതും കുരിശിൽ തറച്ച യേശുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ അരുമത്തേക്കാരൻ ജോസഫിന്റെ ഒരു ശവക്കല്ലറിൽ, പൂന്തോട്ടത്തിൽ അവിടുത്തെ ശവക്കല്ലറിൽ സംസ്കരിച്ച യേശുവിനെയല്ല, എന്നാൽ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന് ഇപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന യേശുനാഥനെയാണ് നാം സ്നേഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇന്ന് ഒരു 2-3 ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഉത്ഥിതനെയാണ് ഞാൻ ധ്യാനിക്കുന്നത്, ഉത്ഥിതനായ യേശുവിനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, യേശു ഉത്ഥാനം ചെയ്തോ ഇല്ലയോ എന്നുള്ള വലിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഇന്ന് അതിന് ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ സാക്ഷിയായിട്ട് പറയുന്നത് നാം ഇന്ന് വചനത്തിൽ വായിച്ചതുപോലെ ഒരു ദൈവദൂതനാണ്. ദൈവദൂതൻ വന്ന് എന്ത് ചെയ്യുന്നതായിട്ട് വായിച്ചത്? കുറെ വായന വായിച്ചത് കൊണ്ട് വിമർശനം വായിച്ചത് ഓർമ്മ കിട്ടുന്നത് അല്ലേ? 2 സ്ത്രീകൾ കല്ലറക്കരയിൽ വന്നപ്പോൾ ഒരു ദൈവദൂതൻ വന്ന് ആ കല്ലറയിലെ പാറ ഉരുട്ടി മാറ്റി അതിന്റെ മുകളിൽ കയറി ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിന്റെ ആദ്യത്തെ സാക്ഷ്യം അവിടെ നിൽപ്പുണ്ട്. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രഘോഷണങ്ങളെല്ലാം വ്യർത്ഥമായി പോയതന്നെ. എന്നാൽ യേശുനാഥൻ ഉത്ഥാനം ചെയ്തത് അപ്പോഴത്തേക്ക് വേണ്ടി മാത്രമല്ല. മത്തായി സുവിശേഷകൻ അതിന്റെ അവസാന ഭാഗങ്ങളിൽ സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത് യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ്. യുഗാന്ത്യം വരെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന വലിയ വാഗ്ദാനമാണ് യേശുനാഥൻ നമുക്ക് നൽകുന്നത്. യുഗാന്ത്യം വരെ എന്ന് പറയുമ്പോൾ 2025 വരെയോ 26 വരെയോ 30 വരെയോ യേശു ഉണ്ടാകും എന്നുള്ളതല്ല. ഇനി എന്ന് വരെ ഈ ഭൂമിയിൽ യുഗങ്ങൾ ഉണ്ടാകുമോ? നമ്മളുടെ മക്കളുടെ തലമുറയിലാണോ, അല്ലെങ്കിൽ ഒരു 3 തലമുറ കഴിഞ്ഞിട്ടാണോ, എന്നാണോ അവസാനിക്കുന്നത്? അന്നെല്ലാം ഈ ഉത്ഥിതൻ നമ്മോടൊപ്പമുണ്ട് എന്ന ബോധ്യം നാം ഒന്നാമത് വെക്കണം. എപ്പോഴും ഉത്ഥിതനായ യേശുവിനെയാണ് നാം സ്നേഹിക്കുന്നതെന്ന് നാം ആരാധിക്കുന്നത് മനസ്സിലാക്കുക. കാരണം ഉത്ഥിതൻ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് വലിയ വലിയ ആക്രമണങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങളും പലതും നടന്നെങ്കിൽ പോലും സമാധാന രാജാവായ അവന്റെ ചൈതന്യവും അവന്റെ ശുശ്രൂഷകളും ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. പത്രോസിന് ശേഷം ഒരു 30ഓളം മാർപ്പാപ്പമാര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. ലോകത്ത് ഒരു പ്രസ്ഥാനമോ ഒരു നേതൃത്വമോ ഒരു കൂട്ടായ്മയുടെ തലവന്മാരോ ഇങ്ങനെ ഒന്നും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ആക്രമണത്തിന് ഇരയായിട്ടില്ല. എങ്കിലും സഭ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് കർത്താവിനാൽ സ്ഥാപിതമായതുകൊണ്ടും ഉത്ഥാനം ചെയ്ത് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ച് യുഗാന്ത്യം വരെയും ഈ സഭയെ പരിപാലിക്കുന്നത് കൊണ്ടാണ് സഭ ഇത്രത്തോളം ആക്രമണങ്ങൾ നേരിട്ടിട്ട് പോലും നിലനിൽക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം പറയുക, പ്രാർത്ഥിക്കുക, വെറുതെ ഒരു യേശുവിനെയല്ല, ഉത്ഥിതനായ യേശുവിനെ യുഗാന്ത്യം വരെ എന്നോടൊപ്പം, നമ്മോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ ഇടവകയോടൊപ്പം നിൽക്കുന്ന ഒരു യേശുനാഥനെയാണ് നാം ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത് എന്ന്. രണ്ടാമതായിട്ട്
നമ്മളെപ്പോഴും ഈ ഒരു നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, നമ്മൾ സാധാരണ പറയാറുണ്ട്, കൂടിപ്പോയാൽ 6 അടി മണ്ണ്, അതിനപ്പുറം ഞാനില്ല, അല്ലെങ്കിൽ അവരില്ല. ഞാൻ കേട്ടിട്ടില്ല, കൂടിപ്പോയി 6 അടി മണ്ണ്. അതായത് മരണം വരെ അല്ലെങ്കിൽ കല്ലറ വരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി. നാം സ്നാനം സ്വീകരിച്ചവർ, വിശ്വാസത്തിൽ കടന്നു വന്നവർ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. അതിനപ്പുറം ഒരു നിത്യജീവൻ ഉണ്ടെന്നും അവിടെ യേശുവിനെ കണ്ടുമുട്ടി വിശുദ്ധരോടൊപ്പം ആയിരിക്കാനുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടതെന്നുള്ളൊരു ബോധ്യം വയ്ക്കുക. നാം കല്ലറ വരെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരല്ല. കല്ലറ മാത്രം വരെ ലക്ഷ്യമാക്കിയാണ് നാം ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കിവിടെ എന്ത് തോന്നിവാസവും കാണിക്കാം. അതിനപ്പുറം നമുക്കൊന്നും പ്രതീക്ഷയൊന്നുമില്ലല്ലോ, അതിനപ്പുറം ജീവിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ കല്ലറയ്ക്കും അപ്പുറം നമ്മളൊരു നിത്യജീവൻ ഉണ്ടെന്നുള്ള ആ ചിന്തയിലാണ് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരുവപ്പെടുത്താൻ ശ്രമിക്കും, ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. ദൈവമായിട്ടുള്ള നല്ലൊരു സ്നേഹബന്ധത്തിൽ, മറ്റുള്ളവരോടുള്ള നല്ലൊരു സ്നേഹബന്ധത്തിലായിരുന്നുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, കല്ലറ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാതെ നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറുക. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആ ഒരു നിത്യജീവന്റെ ഒരു ലക്ഷ്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ഉറക്കവും കളഞ്ഞ് നമ്മളിവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. മൂന്നാമതായിട്ട് ഒരു കാര്യം, യേശു കുരിശിൽ തൂങ്ങി മരിക്കുന്നു, പീഡകൾ സഹിക്കുന്നു. യേശുവിനോട് ഇഷ്ടമുണ്ടായിരുന്നോ? ഗെത്സമേനിൽ പോയി അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റിത്തരണമേ. വല്ല ഉത്തരവും കിട്ടിയോ? എന്തെങ്കിലും ഉത്തരം കിട്ടിയോ യേശുവിന്? ഒന്നും കിട്ടിയില്ല. എങ്കിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് യേശുനാഥൻ മുൻപോട്ട് പോകുന്നു. വീണ്ടും കുരിശിൽ വെച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അവിടെയും ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഉത്തരം ലഭിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും നാം ഓരോരുത്തരും. ഉത്തരമില്ലാത്ത അനേകം സങ്കടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സങ്കടങ്ങളുടെ മേലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ യേശുനാഥനും ഇതുപോലെ പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ 3-ാം ദിവസം അവൻ അവിടുന്ന് ഉത്തരം കൊടുക്കുകയാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവിന്റെ നിശബ്ദതയിൽ നാം നിരാശരാകേണ്ട കാര്യമില്ല. 3-ാം ദിനമെങ്കിലും അവനതിന് മറുപടി നൽകും. ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ഒരു എന്തെന്നില്ലാത്ത വലിയൊരു നിരാശ എന്നെ വന്ന് മൂടി. എനിക്ക് ആരോടും അത് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല, എൻ്റെ സുപ്പീരിയറിനോട് പറയാൻ പറ്റുന്നില്ല, വീട്ടിൽ ഫോൺ വിളിച്ചാലും പറയാൻ പറ്റുന്നില്ല. വല്ലാത്ത ഒരു സങ്കടം. എനിക്കത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ വത്തിക്കാൻ അടുത്ത് തന്നെ ഒരു നദിയുണ്ട്, ആനഗേച്ചിന്റെ കരയിൽ, തേവര എന്നാണ് പേര്. ഞാൻ ഈ നദിയുടെ കരയിൽ കൂടെയൊക്കെ നടക്കും. ഒരു യന്ത്രമനുഷ്യൻ പോകും പോലെയാണ്. മനസ്സൊന്നും അവിടെയില്ല. യാന്ത്രികമായിട്ട് ജീവിക്കും പോലെ. ഭക്ഷണം കഴിക്കുമ്പോഴും യാന്ത്രികമായിട്ട് കഴിക്കുന്നു, മനസ്സവിടെയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. ഞാൻ അതിനൊന്നും മുടക്കം വരുത്തിയിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നത്. ഞാൻ പിന്നീടും അവിടെ കൊടുക്കുന്ന അലഞ്ഞിൽ നടക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ദൈവോട് സ്വീകരിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, എന്നിട്ടും എനിക്ക് എന്റെ ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ വത്തിക്കാനിൽ തന്നെ പാപ്പ പങ്കെടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് അൽത്താര പാലകനായിട്ട് സേവനം ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പോകുന്നു. വത്തിക്കാന്റെ പണികളെല്ലാം കയറി അകത്ത് നിൽക്കുമ്പോഴും എനിക്ക് ഒരു സ്ഥലകാല ബോധമില്ല. ഞാൻ ഇങ്ങനെ മനുഷ്യനെ പോലെ നിൽക്കുകയാണ്. എന്റെ മനസ്സ് അവിടെയില്ല. അത്രത്തോളം ഈ വീർപ്പ് മുട്ടി നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു സെക്കൻഡ് കിട്ടിയാൽ പൊട്ടിത്തെറിക്കാം, പൊട്ടിക്കരയാം. ഇങ്ങനത്തെ അനുഭവമായിരുന്നു. എങ്കിലും കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് എനിക്ക് ഇതൊക്കെ വരുന്നത്? ഇതൊരു മാറ്റമില്ലാത്തൊരു ചോദ്യമായിരുന്നു. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ
ഒരു 25-26ഓളം ഈ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, എന്നെക്കാട്ട് 6-7 പൊക്കമുള്ളവർ, നല്ല ഖനാൽ കടിയന്മാരായിട്ടുള്ള നല്ല വലിയ ബ്രദേഴ്സ്, പൊക്കമുള്ളവർ, ആരോഗ്യമുള്ളവർ, നല്ല റാങ്ക് മേടിച്ച് വന്നവർ എല്ലാവരും നിൽക്കുകയാണ്. ഞാനൊരു സൈഡിൽ നിന്ന് ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ പാപ്പയുടെ അജപാതക ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു മോൺസിനർ ഉണ്ടായിരുന്നു, മോൺസിനർ ഗൗതിയോ മറിയ. ഇദ്ദേഹം ഇങ്ങനെ അടുത്ത് വന്ന് എൻ്റെ ലോകയിൽ ഒരു പിടുത്തം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ മധ്യേന്ത്യയുടെ ഒരു ബിഷപ്പാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പയ്ക്ക് 4 അൾത്താരപാലകർ ആവശ്യമുണ്ട്, പാപ്പയുടെ കാര്യങ്ങൾ മാത്രം ചെയ്യണം, അതിലൊന്ന് നീ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കിളികൾ പറഞ്ഞ അവസ്ഥയാണ് മനസ്സിലൂടെ, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതിനുശേഷം പറഞ്ഞു, പാപ്പയുടെ തലയിൽ വെക്കുന്ന തൊപ്പി നീ കയ്യിൽ സൂക്ഷിക്കണം. ഞാനാണ് പൊട്ടൻ മൊബൈൽ എടുത്തിട്ട് തൊപ്പി എന്നത് കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇത് തന്നെയാണോ എന്ന് മൊബൈലിൽ ഇറ്റാലിയൻ ഡിക്ഷണറി എടുത്ത് നോക്കുന്നു. അത് തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. ഞാൻ എന്നിട്ട് അതിനുശേഷം മുൻപേ, ഈ തിരുക്കർമ്മങ്ങൾ നടക്കുന്നതിന് മുൻപേ പാപ്പ വന്ന് അന്നത്തെ അൾത്താര സേവകരെ ഒന്ന് വിഷ് ചെയ്യുന്ന ഒരു അവസരമുണ്ട്. ഈ അവസരത്തിൽ വത്തിക്കാനകത്ത് തന്നെ മൈക്ലാഞ്ചലോ ചെയ്ത ആ ഒരു പിയാത്ത, പരിശുദ്ധ അമ്മ യേശുവിനെ മടിയിൽ കിടത്തുന്ന ആ രൂപത്തിന് മുൻപിൽ നിന്നാണ് എല്ലാവരും വിഷ് ചെയ്യുന്നത്. അപ്പോൾ പാപ്പ വരുന്നു, നമ്മൾ സിനിമയിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രസിഡന്റും കൂടെയാണ്, വലിയ സെക്യൂരിറ്റിയോട് കൂടി ഓരോരുത്തരെടുത്ത് വരുന്നു, ഷേക്കൻ കൊടുക്കുന്നു, കൈകൊടുത്ത് പോകുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? പാപ്പ പറഞ്ഞു, കെട്ടിപ്പിടിച്ചോ. പാപ്പ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കൊരു മുത്തം തന്നു. ഞാൻ തിരിച്ച് മുത്തം കൊടുത്തു. ഇനി അവസരം കിട്ടില്ല, അതുകൊണ്ട് ഞാനത് മുതലാക്കി. ഞാനും മുത്തം കൊടുത്തു. മുത്തം കൊടുത്തതിന് ശേഷം ഞാൻ 2 കാര്യം പറഞ്ഞു. പാപ്പ, എനിക്ക് 3 ദിവസം കഴിയുമ്പോൾ മറ്റന്നാൾ എൻ്റെ ജന്മദിനമാണ്, അന്ന് ഞാൻ എൻ്റെ ദൈവശാസ്ത്ര പഠനം ആരംഭിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറഞ്ഞതും പാപ്പ ഇടത്തോട്ട് കൈ ചൂണ്ടി സെക്യൂരിറ്റി എന്തോ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് പാപ്പ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നെ കൊണ്ട് മനഃപൂർവ്വം ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്നെ കളിയാക്കുന്നു. എൻ്റെ ഉള്ളിൽ എന്ത് വിഷമമുണ്ടോ അതിങ്ങനെ വലിച്ചെടുത്ത് വെളിയിൽ കളയുന്നത് പോലെ എന്നെ കൊണ്ട് തമാശ പറയുന്നു. പാപ്പ എന്നോട് തമാശ പറയുന്നു, എന്നെ കൊണ്ട് ചിരിപ്പിച്ചു. അതിനുശേഷം നോക്കുമ്പോൾ സെക്യൂരിറ്റി ഒരു പ്രത്യേക ഫലകത്തിൽ വത്തിക്കാൻ മിമ്പിളോ പതിച്ചൊരു പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് പാപ്പ എൻ്റെ ആ പെട്ടിയെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ ജന്മദിനത്തിന് എൻ്റെ ഒരു സമ്മാനമാണ്, ഇന്നലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അതിന് മുൻപോ ശേഷമോ ഒരു ജന്മദിന സമ്മാനം കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ യേശുവേ എന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചത് അവൻ അവിടെ കേട്ടു. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചതാണ്, പാറശാലയിൽ പോയി എന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ ഭൂമിയിലെ അവിടുത്തെ പ്രധാന ആചാര്യനെ തന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ലഭിക്കാത്ത ഉത്തരങ്ങൾ നിരാശപ്പെടുമ്പോൾ, ഉത്തരം കിട്ടാത്ത വേദനകൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പേടിക്കരുത്, നിരാശരാകരുത്, അവിടുത്തെ സ്നേഹം ഉപേക്ഷിച്ചു പോകരുത്. അവൻ നമുക്ക് എന്നായിരുന്നാലും ഉത്തരം തരും. കർത്താവ് പോലും കുരിശിൽ നിലവിളിച്ചപ്പോൾ ഉത്തരം ലഭിച്ചില്ല. 3 ദിവസം കഴിഞ്ഞാണ് വലിയ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലും പലതും വരുമ്പോഴും നിരാശരാകരുത്, നിരാശപ്പെടരുതെന്നാണ് യേശുനാഥൻ പറയുന്നത്. ഈ ഒരു അനുഭവത്തിന് ശേഷം ഞാൻ തിരിച്ച് നടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ മുറിയിലോട്ട് കടന്നു വരുമ്പോൾ, എത്ര കണ്ണുകൂട്ടി അടച്ചിരുന്നാലും എനിക്ക് കണ്ണീര് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. ഈ വിഷമം കൊണ്ട് മാത്രമാണ് കരയുന്നത് നിങ്ങൾ ആരും കരുതരുത്. അത്രത്തോളം എനിക്ക് ആനന്ദമായിരുന്നു പിന്നീട്. അതിനുശേഷം വലിയ വലിയ ദുരന്തങ്ങളും വേദനകളും എന്നിൽ കൂടെ കടന്നുപോയി. എന്നിട്ടൊന്നും എനിക്ക് ഒരു വലിയ കുരുക്കങ്ങളൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം, വലിയ വേദന എനിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പറയാം. കാരണം ദൈവം എങ്ങനെ എന്നെ കരുതുന്നുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പപ്പ മരിക്കുന്നുണ്ട്. ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരുന്നു. 1-2 പേര് ചോദിച്ചു, ബ്രദറിന്റെ കൈക്ക് എന്ത് പറ്റി? ഒരമ്മ പറഞ്ഞു, ബ്രദർ നല്ല സ്റ്റൈലായിട്ട് ഇടത് കൈയോട്ടാണ് കഴിക്കുന്നല്ലോ. എൻ്റെ വലത് കൈക്ക് ഒരു പ്രശ്നമുണ്ട്, 2 കൈക്കുമുണ്ട്. എനിക്ക് വലത് കൈ ചൂണ്ട് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്, AI വിരലെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ വിരലാണ്. ഒരു 6 മാസം മുമ്പേ ഒരു അപകടം പറ്റി, വിരലങ്ങ് അറ്റുപോയി. നല്ല സർജറിയൊക്കെ ആയി, നല്ല ചികിത്സയൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നലെ രാത്രി, മെനഞ്ഞാന്ന് രാത്രി, ഈ ദിവസങ്ങളെല്ലാം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് 15 ദിവസം കൂടുന്തോറും ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്. എനിക്കൊരിക്കൽ പോലും ഞാൻ യേശുവിനോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് തന്നു വന്നത്. കാരണം അതിലും വലിയ അനുഭവങ്ങളാണ് അവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിനൊരു ഉത്തരം ഉണ്ടാകുമെന്നും അവ എന്നെ പരിപാലിക്കുന്നുവെന്നും എനിക്ക് തന്നെ ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വേദന വന്നിരുന്നാലും ചിന്തിക്കുക, ഒരു ഉത്ഥാനം അതിനപ്പുറമുണ്ട്.
ചിലപ്പോൾ 5 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, 1 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എന്റെ ജീവിതകാലം മുഴുവൻ വെയിറ്റ് ചെയ്യുന്ന വരാം. നമ്മൾ ആരും നിരാശരാകരുത്. അവൻ നിശബ്ദനായിരിക്കുന്നതിനെ ഓർത്ത് നമ്മൾ ആരും നിരാശരാകരുത്. അവൻ എന്തായിരുന്നാലും നമ്മോടൊപ്പം ഉണ്ടാകും. നമുക്കത് ഉത്തരം തന്നിരിക്കും. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത്. ഉത്ഥിതനായ യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഉത്ഥിതനായ യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. കുരിശിൽ തീർക്കപ്പെട്ട, കല്ലറയിൽ തീർന്നുപോയ യേശുവിനെയല്ല, ഉത്ഥിതനായ യേശുവിനെ, ഇപ്പോൾ നമ്മോടൊപ്പമുള്ള യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കല്ലറ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരല്ല നമ്മൾ. അതിനപ്പുറം ഒരു നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടവരും പരിപാലിക്കേണ്ടവരുമാണ്. മൂന്നാമതായിട്ട്, എത്ര വേദനയിലും അവന്റെ നിശബ്ദതയെ ഓർത്ത് നിരാശരാകരുത്. അവൻ മറുപടി നൽകും. നമ്മൾ എപ്പോഴും സംരക്ഷിച്ചിരിക്കും. അവന്റെ കാവലും സ്നേഹവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവും. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. സ്നേഹമുള്ള ഈശോയെ, നിന്റെ ഉത്ഥാന മഹോത്സവം ഇന്ന് ഓർമ്മിക്കപ്പെടുമ്പോൾ നീ ഇപ്പോഴും യുഗാന്ത്യം വരെയും എന്നോടൊപ്പവും എന്റെ കുടുംബത്തോടൊപ്പവും എന്റെ ഇടവകളോടൊപ്പവും എന്റെ ദേശത്തിനൊപ്പം ഉണ്ടോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ നിരാശരാകുന്ന അവസ്ഥയിലൊക്കെ നീ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം നൽകണമേ. കല്ലറ മാത്രം ലക്ഷ്യം വെച്ചല്ല, അതിനപ്പുറം ഒരു നിത്യജീവനുണ്ട്. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ നീ ഒരുക്കണമേ. തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും അത് അങ്ങേയറ്റം വരെ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുവാനും നിനക്ക് സാക്ഷിയായിക്കൊണ്ട് മറ്റുള്ളവർക്ക് നിന്നെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളാക്കി എന്നെ മാറ്റണം.